ഹലോ. അങ്ങനെ 2 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ലോർഡ് ഓഫ് ദ റിങ്സ് ഓഫ് പവർ സീസൺ 2 ഇന്നലെ ആമസോൺ പ്രൈമിൽ വന്നിരിക്കുകയാണ്. സ്പോയിലർ അലേർട്ട്. ഇനി വാണിംഗ് തന്നില്ല എന്ന് പറഞ്ഞ് ആരും വന്നേക്കരുത്. നമ്മൾ എപ്പിസോഡ് 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫാന്റസി മൂവീസ് ഇഷ്ടപ്പെടുന്നവര് ഒരിക്കലും അവസാനിക്കാതിരുന്നിരുന്നെങ്കിൽ എന്ന് ഏതെങ്കിലും ഫിലിം അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലോർഡ് ഓഫ് ദ റിങ്സ് ആയിരിക്കും. ഹാരി പോട്ടർ ഉണ്ട്, അത് വേറെ കാര്യം. ആസ് യൂഷ്വൽ എല്ലാ എപ്പിസോഡുകളും 1 മണിക്കൂറിൽ കൂടുതൽ ഡ്യൂറേഷൻ ഉണ്ട്. സീസൺ 1 8 എപ്പിസോഡ്സ് ആണ് ഉണ്ടായിരുന്നത്. സീസൺ 2 8 എപ്പിസോഡ്സ് തന്നെ കാണും എന്നാണ് പറയപ്പെടുന്നത്. ഫസ്റ്റ് സീസൺ മിക്സ്ഡ് റിവ്യൂസ് ആണ്. ഹേറ്റേഴ്സ് ഇതിനെ ഹൗസ് ഓഫ് ഡ്രാഗൺസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇത് ലോർഡ് ഓഫ് ദ റിങ്സ് റിലീസായിട്ട് 1 ഡെക്കേഡ് കഴിഞ്ഞിട്ടാണ് ഗെയിം ഓഫ് ത്രോൺസ് സീരീസ് റിലീസാവുന്നത്. അതും കഴിഞ്ഞ് പിന്നെ 1 ഡെക്കേഡ് കഴിഞ്ഞാണ് ഹൗസ് ഓഫ് ഡ്രാഗൺസ് റിലീസാവുന്നത്. പോട്ടെ, സിനിമയും സീരീസും കമ്പയർ ചെയ്യേണ്ട പുസ്തകങ്ങൾ തന്നെ എടുക്കാം. ലോർഡ് ഓഫ് ദ റിങ്സ് നോവൽ ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1954, ഗോട്ട് 1991. ഓക്കെ, നിർത്താണേ. ഇത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇന്നലെ റിലീസായിട്ടുള്ള സീസൺ 2 3 എപ്പിസോഡ്സ് റിലീസായിട്ടുണ്ട്. ബാക്കി ഇനി സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയിട്ട് വരുമായിരിക്കും. നല്ല വിഷമമുണ്ടല്ലേ. ഇനി എപ്പിസോഡ് 1 തുടങ്ങുന്ന തന്നെ സൗറോൺ കൊല്ലപ്പെടുന്ന സീൻ കാണിച്ചുകൊണ്ടാണ്. അവന്റെ അനുയായിയായിട്ടുള്ള അഡാറോ അതുപോലെ തന്നെ ഓർക്കുകളും കൂടെ ചതിച്ച് കൊല്ലുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഒരു ബ്ലൂയിഷ് വൈറ്റ് ലൈറ്റ് സൗറോന്റെ വായിന്ന് വരെയും പിന്നീട് ഒരുപാട് ദൂരത്തേക്ക് മഞ്ഞ് മൂടുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും എണീറ്റ് നോക്കുമ്പോൾ സൗറോണിനെ കാണുന്നില്ല. അവന്റെ ഡ്രസ്സ് മാത്രം, ആ ക്ലോത്ത്സ് ധരിച്ചിട്ടുണ്ടായിരുന്ന ക്ലോത്ത്സ് മാത്രം അവിടെ അങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ പറയപ്പെടുന്നത് അവന്റെ സ്പിരിറ്റ് പെർസിസ്റ്റ് ചെയ്യും. നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് ഫിസിക്കൽ ഫോം റീഗെയിൻ ചെയ്യുന്നു എന്നാണ്. ആ ഫിസിക്കൽ ഫോമാണ് ഹാൽബ്രാൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ട ആള്. പിന്നീട് ഹാൽബ്രാൻഡ്, അതായത് സൗറോൺ, ഓർക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പലായനം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ കാണുകയും അവരോടൊപ്പം ചേരുകയും ചെയ്യുന്നു. പിന്നെ അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ കടൽ മാർഗം രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ ഗലാഡ്രിയലിനെ കണ്ടുമുട്ടുന്നത്. പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് ഗലാഡ്രിയലും എൽറോണ്ടും ഹൈക്കിങ്ങും കൂടി സംസാരിക്കുന്ന ഒരു സീനാണ്. അതിൽ ഹെൽബ്രാൻഡാണ് സൗറോൺ എന്ന് പറഞ്ഞിട്ട് എന്താ ഗലാഡ്രിയൽ ആരെയും അറിയിക്കാതിരുന്നത് എന്നൊക്കെ ഹൈക്കിങ് ചോദിക്കുന്നുണ്ട്. പിന്നെ 3 എൽഫ്രിങ്സ് കഴിഞ്ഞ സീസണിൽ ഫോർജ് ചെയ്ത് അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ എൽറോണിന്റെ പക്കലാണ് ഇപ്പം അതെല്ലാം ഉള്ളത്. അതൊക്കെ തനിക്ക് തരാൻ വേണ്ടിയിട്ട് ഹൈക്കിങ് എൽറോണിന്റെ അടുത്ത് ആവശ്യപ്പെടും. പക്ഷേ ഈ മോതിരങ്ങൾ ഉപയോഗിച്ച് സൗറോണിന് എല്ലാവരെയും വരുതിയിലാക്കാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കിയ എൽറോണ്ട് മോതിരങ്ങൾ ഹൈക്കിങ്ങിന് കൊടുക്കാതെ അവർ നിൽക്കുന്നതിൻ്റെ പുറകിലുള്ള വാട്ടർഫോളിലേക്ക് അങ്ങ് എടുത്തു ചാടി ഈ മോതിരങ്ങളും കൊണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെട്ട എൽറോണ്ട് ഈ മോതിരങ്ങളൊക്കെ കൊണ്ട് ഹെവൻസ് ലോർഡായിട്ടുള്ള സിർഡാൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് പിന്നെ കാണിക്കുന്നത്. എൽറോണ്ടിനെ നല്ല പോലെ അറിയാവുന്ന ഗലാഡ്രിയൽ ആർമിയായിട്ട് അവിടെ എത്തും. പക്ഷെ അപ്പോഴേക്കും സിർഡാൻ മോതിരങ്ങളുമായിട്ട് അവിടെ നിന്നും കടന്നു കഴിഞ്ഞിരിക്കും. അത് നശിപ്പിക്കലാണ് എയിം എന്ന് പറയുന്നത്. ഗലാഡ്രിയൽ എൽറോണ്ടിനെ ഹൈക്കിങ്ങിന്റെ അടുത്തേക്ക് എത്തിക്കും. മോതിരങ്ങൾ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ള ഡിസ്കഷനാണ് പിന്നെ നടക്കുക. ഈ ഡിസ്കഷൻ നടക്കുന്നതിനിടയ്ക്കാണ് സിർഡാൻ മോതിരങ്ങളൊന്നും നശിപ്പിക്കാതെ അതിലൊന്നും കയ്യിലിട്ടുകൊണ്ട് സഭയിൽ വന്ന് കയറും. എന്നിട്ട് ഈ മോതിരത്തിൽ ഒന്ന് ഹൈക്കിങ്ങിനും മറ്റത് ഗലാഡ്രിയലിനും കൊടുക്കും. അവർ രണ്ടാളും ഈ മോതിരം അണിയും. തുടർന്ന് കാണുന്ന സീനിൽ ആ എൽവൻ ട്രീ അതാണ് ഉണങ്ങി നിൽക്കുവാണ്. അത് തളിർക്കുന്നത് കാണാം. എല്ലാവരും ഹാപ്പി ആവുകയും ചെയ്യും. പക്ഷെ എൽറോണ്ട് മാത്രം അവിടെ നിന്നും പോകും. പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്ന സീൻ നൂറിനും സ്ട്രേഞ്ചറും കൂടി റൂമിലേക്ക് യാത്ര ചെയ്യുന്ന സീനാണ്. അവരെ പിന്തുടർന്ന് വന്നിട്ടുണ്ടായിരുന്ന പോപ്പി അവരോടൊപ്പം കൂടുന്നതും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നൂറിനെയും പോപ്പിനെയും മനസ്സിലായില്ല. ഹർഫുഡ്സ് പിന്നെ ഒരു മാസ്ക് വെച്ചിട്ടുള്ള ഒരു ചങ്ങാതി ഇവരെ ഫോളോ ചെയ്യുന്നതൊക്കെ കാണാം. ഇനി പിന്നത്തെ ഒരു സീനിൽ കാണിക്കുക ഹെൽബ്രാൻഡ് അഡാറിന് പിടികൊടുക്കുകയും പിന്നെ ഒരു നെഗോസിയേഷന് മുതിരുകയും ചെയ്യും. അപ്പോൾ സെറോൺ ജീവനോടെ ഉണ്ട് എന്നുള്ളത് അഡാറിനോട് പറയും. പിന്നെ സെറോണിനെ ഇല്ലാണ്ടാക്കാനായിട്ട് തനിക്ക് മാത്രമേ അഡാറിനെ സഹായിക്കാനാവുന്ന ഒരു തന്ത്രപൂർവ്വം ബോധ്യപ്പെടുത്തി പിന്നെ അഡാറിന്റെ തന്നെ സമ്മതത്തോടെ അവരുടെ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അവിടുന്ന് ഇറങ്ങിയിട്ട് സൗറോൺ പോകുന്നത് ഈ
എന്തിനായിരിക്കും സൗറോൺ സെലിബ്രിംബോറിനെ കാണുന്നത്? അതുപോലെ തന്നെ നൂറിനെയും സംഘത്തെയും ഫോളോ ചെയ്യുന്നത് ആരായിരിക്കും? അങ്ങനെയുള്ള ആസ് യൂഷ്വൽ കുറെ ക്വസ്റ്റ്യൻസ് മാത്രം ബാക്കി. എപ്പിസോഡ് 2 ഇതിനൊക്കെയുള്ള ഉത്തരം കാണുമോ? സ്റ്റേ ട്യൂൺ ടു മലയാളി ഫ്രം തൃശ്ശൂർ. ബൈ.